ദുഃഖവെള്ളിയാഴ്ച പ്രമാണിച്ച് എല്ലാ മാർക്കറ്റുകൾക്കും വെള്ളിയാഴ്ച അവധിയായിരുന്നു. വ്യാഴാഴ്ച അമേരിക്കൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ US ഫ്യൂച്ചേഴ്സ് മൈനസിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. GNX നിഫ്റ്റി ഇപ്പോൾ പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. വ്യാഴാഴ്ച ബാങ്കിങ് സെക്ടറുകളുടെയും അതുപോലെ ഫിനാൻഷ്യൽ സെക്ടറുകളുടെയൊക്കെ പിന്തുണയിൽ നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ പ്ലസിലേക്ക് വന്നു. ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 4% മുകളിൽ നിഫ്റ്റിയും സെൻസെക്സും ക്ലോസ് ചെയ്തു. HDFC ബാങ്ക്, ICICI ബാങ്ക്, യെസ് ബാങ്ക് എന്നീ ബാങ്കുകളുടെ റിസൾട്ട് ഉണ്ടായിരുന്നു. മികച്ച രീതിയിലുള്ള റിസൾട്ടുകളാണ് ഇവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതുപോലെ വിപ്രോ, ഇൻഫോസിസിന്റെ ഒക്കെ റിസൾട്ട് വന്നിരുന്നു. ഇൻഫോസിസ് നിരാശപ്പെടുത്തി. വിപ്രോയുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും ഗൈഡൻസ് ഒരു അല്പം മോശമായിരുന്നു. അതേ തുടർന്ന് വിപ്രോയിൽ അതിന്റെ ഒരു സെല്ലിംഗ് കണ്ടു. IT സെക്ടർ പൊതുവെ പ്രോഫിറ്റിന്റെ കാര്യത്തിലൊക്കെ ഒരു ലാഗ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കുറയുന്നതും അതുപോലെ ജപ്പാൻ തുടങ്ങിയ മാർക്കറ്റുകളൊക്കെ നെഗോസിയേഷന് വരുന്നതും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിന് വളരെയധികം പോസിറ്റീവ് ആയിട്ടുണ്ട്. താരിഫിൽ വിവിധ തരത്തിലുള്ള ഇളവുകൾ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ചൈനയിൽ നിർമ്മിത കപ്പലുകൾക്ക് പോർട്ട് നികുതി ഏർപ്പെടുത്തിയിരുന്നു. അത് ട്രംപ് പിൻവലിച്ചിട്ടുണ്ട്. ചൈനയായിട്ടുള്ള ചർച്ച നടത്താൻ സാധിക്കുമെന്ന് ട്രംപിന്റെ ഒരു പ്രത്യാശ പ്രകടിപ്പിച്ച രീതിയിലുള്ള ന്യൂസ് കണ്ടു. അതേ തുടർന്ന് മാർക്കറ്റുകളൊക്കെ ഒരു പോസിറ്റീവായിട്ടാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ക്ലോസ് ചെയ്തത്. US മാർക്കറ്റ് 7 ആഴ്ചയായിട്ട് മൈനസിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. റിസൾട്ടുകൾ തന്നെയാണ് ഈ ആഴ്ചയും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള ഘടകം. ഗ്ലോബൽ ന്യൂസിൽ കുറച്ച് രാജ്യങ്ങളിലെ PMI ഡേറ്റകളും IMFന്റെ മീറ്റിംഗുമാണ് പ്രധാനമായിട്ടും വരാനുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തിരിച്ചു വന്നത് അത് കഴിഞ്ഞ ഒരു 3 സെഷനുകളിലായിട്ട് 60,000 കോടി രൂപയോളം ബൈ ചെയ്തതായിട്ടാണ് കാണുന്നത്. അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. അതുപോലെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ചൈനീസ് മാർക്കറ്റിലേക്ക് ചൈനീസ് ഗവൺമെന്റ് ക്ഷണിച്ചിരിക്കുന്നതും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ കമ്പനികളെ സംബന്ധിച്ച് വളരെ നല്ല വാർത്തയാണ്. ഇനി പ്രോ ട്രേഡേഴ്സിന്റെ പൊസിഷനുകൾ നോക്കുകയാണെങ്കിൽ ഫർഫാന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്രോ ട്രേഡേഴ്സ് ബുള്ളിഷ് എന്ന രീതിയിലാണ് പൊസിഷൻ എടുത്തിരിക്കുന്നത്. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 55% ഷോർട്ട് ഉണ്ട്. ഓപ്ഷൻസിൽ ബുള്ളിഷ് ആയിട്ടുള്ള പൊസിഷനാണ് അവർ നിലനിർത്തുന്നത്. അതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും നെഗറ്റീവ് ആയിട്ടുള്ള പൊസിഷനുകളാണ്. മാർക്കറ്റ് ബെയറിഷ് എന്നുള്ള രീതിയിലുള്ള പൊസിഷനുകളാണ് അവർ എടുത്തിരിക്കുന്നത്. 70% ഇപ്പോഴും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷോർട്ടാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ ബുള്ളിഷ് ആയിട്ടുള്ള പൊസിഷൻ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIIസിനെ സംബന്ധിച്ചും റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചും മാർക്കറ്റ് താഴേക്ക് വന്നാലാണ് മികച്ച രീതിയിലുള്ള ഒരു റിട്ടേൺ കിട്ടുക. പ്രോ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. പല ബാങ്കിങ് സെക്ടറുകളും പോസിറ്റീവായിട്ട് റിസൾട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു HDFCയുടെ ഒക്കെ ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആയിട്ടുണ്ട്. അതിന്റെ പ്രൈസ് ഡിസ്കൗണ്ടഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. മാർക്കറ്റ് ഒരുപക്ഷെ ഓപ്പൺ ചെയ്ത ശേഷം ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യത 24,000-24,60 ലെവലിൽ നല്ല റെസിസ്റ്റൻസ് മാർക്കറ്റിനെ കാണുന്നുണ്ട്. പല ഇൻഡിക്കേറ്റർ വെച്ചുള്ള ഒരു റെസിസ്റ്റൻസ് 24,060 മാർക്കറ്റിനുണ്ട്. താഴെ 23,600 ലെവലുകളൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും റീറ്റെയിൽ ട്രേഡേഴ്സിന് വളരെ ചെറിയ ക്യാപിറ്റൽ ഉള്ളവർ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിൽ ട്രേഡ് ചെയ്യുക. താങ്ക് യു.